ഈ ജില്ല അറിയപ്പെടുന്നത്, ഈ സിറ്റി അറിയപ്പെടുന്നത് ദ ഗോൾഡൻ സിറ്റി ഓഫ് ഇന്ത്യ എന്നാണ്. ഗോൾഡൻ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് ഈ പ്രദേശത്തെ അറിയപ്പെടുവാൻ ഒരു കാരണമുണ്ട്. ഇന്ത്യയിൽ ഹോളിവുഡ് അല്ല, ബോളിവുഡ് ഹിന്ദി സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ കൊത്തളമാണ് ഈ സിറ്റി. ഇവിടെയുള്ള കല്ലുകൾക്ക് സ്വർണത്തിൻ്റെ നിറമാണ്. പ്രധാനപ്പെട്ട ഷൂട്ടിംഗ് ലൊക്കേഷൻ, ഹിന്ദി സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ മൊത്തം ഈ സിറ്റിക്കുള്ളിലുള്ള കെട്ടിടങ്ങളിലാണ് നടന്നിരിക്കുന്നത്. ഏതാണ്ട് 60% ഹിന്ദി സിനിമയുടെ പാട്ട് സീനുകളും നമ്മുടെ മണിരത്നം, മലൈക്കോട്ടെ വാലിബൻ, ബോർഡർ, അങ്ങനെ ഒത്തിരി ഇന്ത്യയിലെ വലിയ വലിയ സിനിമകളുടെ, ഹിന്ദി സിനിമയുടെ മെയിൻ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. സ്വർണ്ണ കളറിലുള്ള കല്ലുകളാൽ തീർത്ത ആ കല്ലിന്റെ കളറാണ് ഇവിടുത്തെ മണ്ണിന്റെ. സ്വർണത്തിന്റെ കളറിലുള്ള കല്ലുകളാണ് ഈ നാട്ടിലെ മണ്ണുകൾ. എല്ലാ കെട്ടിടങ്ങളുടെ കളറും സ്വർണ്ണ നിറമായതുകൊണ്ട് ഗാനചിത്രീകരണത്തിന് റിഫ്ലക്റ്റ് ചെയ്യുവാനും എല്ലാത്തിനും പലരും ആശ്രയിക്കുന്നത് കൊട്ടാരത്തിന്റെ, കോട്ടയുടെ ഫോർട്ട്, അതിന്റെ ഒരു ലുക്കാണ് ഈ സിറ്റിക്കുള്ളത്. അതുകൊണ്ടാണ് ഈ സിറ്റിയെ ഗോൾഡൻ സിറ്റി എന്നറിയപ്പെടുന്നത്. എല്ലാ വീടുകളും, എല്ലാ കടകളും എല്ലാം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഈ ജില്ലയിൽ സ്വർണ്ണ കളറിലാണ്. ഏതാണ്ട് 19 കിലോമീറ്റർ നീളമുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ക്യാമ്പും ഇന്ത്യൻ മിലിറ്ററി ക്യാമ്പും മിലിറ്ററി മ്യൂസിയവും എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ ജില്ലയ്ക്കകത്താണ്. ഈ ജില്ലയിൽ ഞങ്ങൾ ഈ ഹോട്ടലിൽ എത്തിച്ചേരുന്നതിന് തൊട്ട് മുമ്പ് 1.5 കിലോമീറ്റർ അപ്പുറം വരെ 19 കിലോമീറ്റർ നീളമുള്ള ബാരിക്കേഡുകൾ തീർത്ത ഇന്ത്യൻ മിലിറ്ററി ക്യാമ്പും മ്യൂസിയവും നിങ്ങളെ ഞങ്ങൾ കാണിച്ചു കഴിഞ്ഞ വീഡിയോയിൽ. അവിടെ യോഗേന്ദ്ര സിംഗ് എന്ന് പറയുന്ന എൻ്റെ ഫേസ്ബുക്കിലൊരു ഫ്രണ്ട് ഇവിടുത്തെ മിലിറ്ററി ഓഫീസറാണ്. അദ്ദേഹം എനിക്ക് ഫ്രീ ആയിട്ട് ഇന്ത്യൻ ആർമിയുടെ ഒരു ഡ്രസ്സ് സമ്മാനിച്ചു. കണ്ടോ, ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോ നമ്മളെ കാണിച്ചിരുന്നു. എല്ലാവരുടെയും 1000 1500 മേടിക്കുമ്പോൾ എൻ്റെ ഇതൊന്നും മേടിക്കാതെ ഒരു തൊപ്പിയും ഹാറ്റും എനിക്ക് സംഭാവന ചെയ്തു. അദ്ദേഹമാണ്. ഫോൺ നമ്പർ എനിക്ക് തന്നു. എൻ്റെ ഡയറിയിൽ ഫോൺ നമ്പറുണ്ട്. സാദിൻ തനോട്ട മദർ ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്ക് ഈ താർ മരുഭൂമി പിന്നിടുന്ന സമയത്ത് സാദിൻ ഞങ്ങളുടെ ബോർഡറിലേക്ക് കൊള്ളം. അവിടെ ചെല്ലുമ്പോൾ ബോർഡറിലെ ആളെ വിളിച്ച് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ നാളെ അതിനും ശ്രമിക്കുന്നതായിരിക്കും. ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും കാണാത്ത ഒരു മതമാണ് ഇവിടെ. പാകിസ്ഥാനിൽ നിന്ന് കുടിയേറി വരുന്ന ജൈന, ബുദ്ധ എന്ന സിഖ്, ഇവരെയൊക്കെ ഇന്ത്യയിലേക്ക് ഉൾക്കൊള്ളിക്കുന്ന NRC, CAE ഉൾപ്പെടുന്ന കാര്യങ്ങളുടെ കലാപം അവിടെ നടക്കുമ്പോൾ ഇവിടെയുള്ള ജനങ്ങളുടെ 80% ജൈന മതക്കാരാണ് സഹോദരങ്ങളെ. അങ്ങനെ പൗരാണികമായ ഈ സ്ഥലത്താണ് വെറുമൊരു കൃഷിക്കാരനായ, ഒരു പൈനാപ്പിൾ കൃഷിക്കാരനായ, ഒരു സാധാരണക്കാരനായ, ഒരു സുബേദാർ മേജറുടെ മകനായ ഞാനിരിക്കുന്നത്. നമുക്ക് ഈ സിറ്റിയുടെ പുറത്തേക്ക് കണ്ണോടിക്കാം. ക്യാമറ അങ്ങോട്ട് കാണിക്കുന്നു. ഈ മുറിയുടെ പുറത്തേക്ക് നോക്കൂ. ഈ സിറ്റിയുടെ പുറം കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഞങ്ങളുടെ റൂമിൻ്റെ പുറത്തെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? ഇനി നമുക്ക് സിറ്റിയിൽ ഞങ്ങളുടെ റൂമിനെ കുറിച്ചൊന്ന് കാണാം. ഞങ്ങളുടെ റൂമിൻ്റെ പുറത്തെ കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതിന് ഗോൾഡൻ സിറ്റി എന്നല്ലാതെ എന്താണ് മക്കളെ പറയുന്നത്? സ്വർണത്തിൽ കൊത്തിയെടുത്ത കല്ലുകളാൽ നിർമ്മിച്ച ഗോൾഡൻ സിറ്റിയാണ് ജയ്സൽമേർ എന്ന് പറയുന്ന ഇന്ത്യയുടെ അവസാന സംസ്ഥാനം. പാകിസ്ഥാൻ്റെ ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്വർണത്തിൽ പൊതിഞ്ഞ ഈ സിറ്റിക്ക് ഞാൻ വേറെ എന്ത് പേരാണെന്ന് മക്കളെ നിങ്ങൾക്ക് തരേണ്ടത്? ഇതാണ് ജയ്സൽമേർ. മൊത്തം സ്വർണങ്ങളാൽ കൊത്തി നിർമ്മിച്ച എല്ലാ കെട്ടിടങ്ങളും സ്വർണത്തിൽ പൊതിഞ്ഞ കല്ലുകളാണ് ഇവിടെ. ഗോൾഡൻ സിറ്റിക്ക് ഇതിൽ കൂടുതൽ എന്ത് പേര്? ഹോട്ടൽ ഗംഗായു
ഞങ്ങളുടെ മുറിയുടെ വാതിലിലെ കല്ലുകളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ എൻ്റെ ഈ കല്ല് നോക്കൂ. നിങ്ങൾക്ക് ഇങ്ങനെയും കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഭിത്തി കണ്ടോ, ഇങ്ങനെയുള്ള കല്ലുകളാണ് ഇവിടുത്തെ. ഈ ഗോൾഡൻ സിറ്റി എന്ന പേര് വന്നതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. നാളെ പകൽ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥ കളർ ഞാൻ കാണിച്ചു തരാം. ദേ ഇങ്ങോട്ട് നോക്കൂ, കണ്ടോ കണ്ടോ എൻ്റെ ഹോട്ടലിൻ്റെ ഈ മൂലയ്ക്ക് ഞാൻ നിന്നാൽ ഈ കാഴ്ചയും നിങ്ങളെ കാണിക്കാൻ എനിക്ക് കഴിയും. ഈ കാഴ്ച നിങ്ങളെ കാണിക്കാൻ കഴിയും. ഈ കാഴ്ച നിങ്ങളെ കാണിക്കാൻ കഴിയും. ഇനി ഈ കാഴ്ചയും നിങ്ങളെ കാണിക്കാൻ കഴിയും. എത്ര മനോഹരമായ ഒരു രാത്രിയാണ്. എന്നെപ്പോലൊരു സാധാരണക്കാരന് ഈ ഇന്ത്യയുടെ അതിർത്തി രാജ്യമായ പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ഈ ജയ്സൽമേർ എന്ന ഈ പട്ടണം സമ്മാനിക്കുന്നത്, ഈ ജില്ല സമ്മാനിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ പോലും പ്രയാസമാണ് സഹോദരങ്ങളെ. എന്തായാലും ഭഗവാൻ എന്നെ ഇവിടെ എത്തിച്ചതിൽ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്മകൾ നേരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിഷു ആശംസ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ കൃത്യം 9 മണിക്ക് പാകിസ്ഥാൻ്റെ ബോർഡറിലേക്കുള്ള എൻ്റെ യാത്ര ആരംഭിക്കും. ആ യാത്രയിലാണ് ഞങ്ങൾ കാത്തിരുന്ന വർഷങ്ങളായി പോകുവാൻ കാത്തിരുന്ന ആ താർ മരുഭൂമി നിങ്ങളിലേക്ക് എത്തുന്നത്. അതിൻ്റെ വീഡിയോയുമായി നാളെ രാവിലെ മടങ്ങി വരുന്നവരെ എല്ലാവർക്കും എൻ്റെ എളിയ നമസ്കാരം, വിനീതമായ കൂപ്പുകൈ, റംസാൻ ആശംസകൾ, വിഷു ആശംസകൾ. ഗുഡ് നൈറ്റ്.